നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് തമിഴ്നാടിൻ്റെ ഒരു ട്രഡീഷണൽ റെസിപ്പിയായ കുമ്മായം ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിനു വേണ്ടിയിട്ട് ഉഴുന്നും ചെറുപയർ പരിപ്പും പച്ചരിയും വേണം. ഉഴുന്ന് 1 ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി വീതമാണ് അരിയും ചെറുപയർ പരിപ്പും എടുക്കേണ്ടത്. ഇതുകൂടാതെ നമുക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യും 1 ഗ്ലാസ് ശർക്കരയും 2.5 ഗ്ലാസ് വെള്ളവും വേണം. നമുക്കിനി ഉഴുന്നും പരിപ്പും അരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് നമുക്ക് ഉഴുന്നിടാം. എല്ലാം സെപ്പറേറ്റ് ആണ് വറുത്തെടുക്കേണ്ടത്. ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തുണിയിലിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഒപ്പിയെടുത്തതാണ്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് വറുത്തെടുക്കാം. ഇതും നല്ലപോലെ കഴുകിയിട്ട് ടവലിൽ ഇട്ട് വെള്ളമെല്ലാം ഒപ്പിക്കളഞ്ഞതാണ്. ഇത് ഓരോന്നും വറക്കുന്നതിന് തൊട്ട് മുമ്പ് അരിപ്പയിലിട്ടിട്ട് വേണം കഴുകിയെടുക്കാൻ. എന്നിട്ട് ടവലിലിട്ടിട്ട് വെള്ളമൊക്കെ ഒപ്പിയെടുക്കാം. ഇതിന് ഏകദേശം ഒരു 3 മിനിറ്റ് എടുക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വറുത്തെടുക്കാം. നമുക്കിത് ഈ ഉഴുന്നിൻ്റെ കൂട്ടത്തിലിടാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി വെക്കണേ. അതിനുശേഷം നമുക്ക് അരി വറുത്തെടുക്കാം. ഇത് പൊന്നിയരിയാണ്. ഇതും കഴുകി വെള്ളമൊക്കെ ഒപ്പിയെടുത്തതാണ്. ഈ അരിയെല്ലാം ഒന്ന് പൊട്ടുമ്പോഴേക്കും ഇത് പാകമാകും. ഇത് കരിഞ്ഞു പോകരുത്. ഇതും ചെറുതീയിലിട്ട് വറുത്തെടുക്കണേ. ഇതിന് 3 മിനിറ്റിൽ താഴെ വരുള്ളൂ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് 2 തവണയായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പൊടി ഒരു അരിപ്പയെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. നമുക്ക് വളരെ നൈസായിട്ടുള്ളൊരു പൗഡറാണ് വേണ്ടത്. ഇതിപ്പോൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ഗ്ലാസ് പൊടിയുണ്ട് കേട്ടോ. നമ്മൾ 1 ഗ്ലാസ് പൊടി കൊണ്ടാണ് കുമ്മായം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള 1 ഗ്ലാസ് പൊടി നല്ലപോലെ ഒരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ചീത്തയാവാതിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ എടുത്തുണ്ടാക്കാൻ പറ്റും. ഇനി 1 ഗ്ലാസ് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇത് ശർക്കരപ്പാനിയാണ് കേട്ടോ. തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണ്. ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് കട്ടയായതാണ്. ഇത് അടുപ്പേ വെക്കുമ്പോൾ അങ്ങ് ഉരുകിക്കോളും. ഇപ്പോൾ അരിക്കാത്ത ശർക്കരയാണെങ്കിൽ 1 ഗ്ലാസ് ശർക്കര പൊട്ടിച്ച് അളന്നെടുത്തതിന് ശേഷം 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചെടുക്കണേ. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് പൊടി എടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിങ്ങനെ വറുത്തെടുക്കാതെ നമുക്ക് കുമ്മായം ഉണ്ടാക്കാം. ഇതിനകത്തേക്ക് നേരിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് അങ്ങനെ ഇളക്കി കുറുക്കിയെടുക്കാം കേട്ടോ. ഇത് വറുത്തെടുത്ത് കഴിയുമ്പം ഒന്നും കൂടെ ഒന്ന് ഒരു ടേസ്റ്റ് കൂടുവേ. ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനിയിൽ നിന്ന് പകുതി ഇതിനകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ തീരെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ശർക്കര വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് ചെറുതീയിലിട്ട് ഇത് ഇളക്കി കട്ടയെല്ലാം ഉടച്ച് നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ എടുക്കാവേ. ഈ കട്ടയൊന്നും കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇതെല്ലാം ഉടഞ്ഞു പൊക്കോളും കേട്ടോ. ഇതിനി ഇങ്ങനെ കൈവിടാതെ ഇളക്കി ഈ കട്ടയൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നമ്മൾ ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ടാണ് നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തത്. ബാക്കിയുള്ള നെയ്യ് ഇങ്ങനെ പല തവണയായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ അലുവയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കാം. ഇത് സാധാരണ കർക്കിടക മാസത്തിലുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് നമ്മുടെ ഇവിടെയല്ല, തമിഴ്നാട്ടിൽ. അപ്പോൾ ഇതൊരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് തന്നെ കർക്കിടകം എന്നൊന്നുമില്ല, ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പൊടിയൊക്കെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ശർക്കരയ്ക്ക് പകരം കരിപ്പട്ടിയാണ് ശരിക്കും ഇതിനകത്ത് ചേർക്കേണ്ടത്. ശർക്കര വെച്ചും ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 10-15 മിനിറ്റോളം എടുത്താണ് ഇത് ചെയ്യുന്നത്. ഇതിനി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് ഇതെല്ലാം ഒരു ഒറ്റ ബോളായിട്ട് ഇങ്ങനെ വരുന്നത് വരെ നമ്മളിതിങ്ങനെ ഇളക്കിയെടുക്കണേ. ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കാനുള്ള സംഭവം 1-2 ദിവസത്തിനകം തീരാനുള്ളതാണെന്നുണ്ടെങ്കിൽ 10-12 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
അപ്പം നമ്മുടെ കുമ്മായം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്